ഹലോ ഗായ്സ്, മിസ്റ്റർ വെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനേശ്വരൻ. ഇതെൻ്റെ സുഹൃത്ത് സൂര്യദേവ്. നമ്മൾ AVS GHSS കരുവള്ളൂരിലെ 8ാം തര വിദ്യാർത്ഥികളാണ്. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് AI കുറിച്ച് സംസാരിക്കുവാനാണ്. AI വളരെ വളരുന്ന സമയമാണ്, കാലഘട്ടമാണിത്. പക്ഷേ നമ്മളുടെ നാട്ടിലെ ചില വൃദ്ധർക്കോ അതേപോലെ തന്നെ അസുഖം ബാധിച്ചവർക്കോ വേണ്ടുന്നത്ര സഹായം കിട്ടുന്നില്ല. അതിനാൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചതാണ് AI ഫ്രണ്ട്. ഈ AI ഫ്രണ്ട് ഈ വൃദ്ധർക്കോ അല്ലെങ്കിൽ രോഗം ബാധിച്ചവർക്കോ എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റോ തരും. ഇത് എൻ്റർടൈൻമെൻറ്റ് വെച്ചാൽ ആ വൃദ്ധന് എന്തെങ്കിലും വീഡിയോ ആണോ അല്ലെങ്കിൽ ന്യൂസ് വായിക്കാൻ ഇതൊക്കെ സഹായിക്കും. അതേപോലെ തന്നെ ഇതിന് സംരക്ഷണവും ഉറപ്പാക്കുന്നുണ്ട്. ആ വൃദ്ധനോ അല്ലെങ്കിൽ അസുഖം ബാധിച്ചവർക്കോ എന്തെങ്കിലും സേഫ് അല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ AI അസിസ്റ്റൻ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് പോലീസിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളെയോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി ഇതിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് സൂര്യദേവ് പറഞ്ഞുതരും. അതേപോലെ അനീ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മുതിർന്നവർക്കോ പിന്നെ വയസ്സായവർക്കോ പിന്നെ ഈ ആക്സിഡന്റ് സംഭവിച്ച ഓപ്പറേഷൻ ചെയ്തവർക്കോ അങ്ങനെ കിടത്തത്തിലായവർക്കോ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതായത് AI വെച്ചിട്ട് നമ്മൾ അലക്സേനോ സിറി അങ്ങനെ പോലെ നമുക്കിതിനെ ചോദിക്കാം. അതായത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സിറി അലക്സേനെ പോലെ TV കൺട്രോൾ ചെയ്യാനോ ഫാൻ കൺട്രോൾ ചെയ്യാനോ പിന്നെ നമ്മളെ വേണ്ടവർക്ക് എമർജൻസി കോൾ ചെയ്യാനോ ഇത് സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സമയം ചാർജ് നിൽക്കുന്ന രീതിയിലുമാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ കയ്യിലൊതുങ്ങുന്ന ഗാഡ്ജറ്റ് പോലെയോ ഒരു ഹ്യൂമനായ റോബോട്ടിനെ പോലെയോ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇത് എപ്പോഴും ആക്റ്റീവായ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ഗാഡ്ജറ്റ് പോലെയോ ഒരു ഹ്യൂമനായ റോബോട്ടിനെ പോലെയോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തിരുന്നായിരിക്കും. ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവും അതിന്. പിന്നെ എപ്പോഴും അത് ആക്റ്റീവായിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ തര ഉത്തരങ്ങൾ തരുന്നതും പിന്നെ കുറേ കോണ്ടാക്റ്റുകൾ നമുക്ക് ഇതിൽ സേവ് ചെയ്യാനും പറ്റും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വെച്ചിട്ടോ പിന്നെ അങ്ങനെ അലക്സ റോബോട്ടല്ലാന്നെങ്കിൽ അലക്സ വെച്ചിട്ടോ ശരി വെച്ചിട്ടോ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന് സിമ്മും ഇടാൻ സാധിക്കുന്നതാണ്. നമുക്കിത് ഏത് വോയിസിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് 4 വോയിസിലും പിന്നെ എല്ലാ ലാംഗ്വേജിലും നമുക്കിതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ AI ഫ്രണ്ടിനെ വിളിച്ചാൽ അത് രാത്രി കാലങ്ങളിൽ സെൻസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ലൈറ്റുമാണ് റെസ്പോണ്ട് ചെയ്യുക. അതാകുമ്പോൾ ഈ ഓൾഡ് പീപ്പിൾസിനും അതേപോലെ അസുഖം ബാധിച്ചവർക്കും അവരുടെ AI ഫ്രണ്ട് എവിടെയുണ്ട് പിന്നെ അതേപോലെ തന്നെ അവർക്ക് അതിൻ്റെ എന്താണ് ആവശ്യമെന്ന് പറയാൻ പെട്ടെന്നാകും. ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയ വൃദ്ധർക്കും അസുഖം ബാധിച്ചവർക്കും വേണ്ടിയുള്ള AI ഫ്രണ്ടിൻ്റെ ഫീച്ചേഴ്സ്. ഇനിയും ഫീച്ചേഴ്സ് ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിസർച്ചസ് നടത്തുന്നുണ്ട്. താൽക്കാലികമായി നമ്മൾ ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അനീശ്വരൻ സൂര്യദേവ്. താങ്ക് യു.